dears, welcome back to Silent Learning. It's me, Shribhama. മക്കളെ, നിങ്ങൾക്ക് ബേസിക് സയൻസിന്റെ എക്സാമിന് അടുത്തെത്തി ഇനി ദിവസങ്ങളൊന്നും ഇല്ല. നന്നായിട്ട് പഠിച്ച മിടുക്കകളായിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കേണ്ട മക്കളാണ്. സോ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ബേസിക് സയൻസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ കൂടുതൽ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വപരാഗണം പരപരാഗണം എന്നാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നമുക്കറിയാം, ഒരു രണ്ട് ചെടി നമ്മൾ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ചെടി ആദ്യം കൺസിഡർ ചെയ്തു വിചാരിക്കാം. ആ ചെടിയിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള 2-3 പൂക്കളുണ്ട്. അപ്പൊ 2-3 ചെമ്പരത്തി കൂടിയതാണ് ഒരു ചെടി എന്ന് വിചാരിക്കാം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ആ ചെടിയിലെ പൂവ് തന്നെ, ആ പൂവിൽ തന്നെ രണ്ടും നടക്കുകയാണെങ്കിൽ, പരാഗണം നടക്കുകയാണെങ്കിൽ അത് സെൽഫ് പോളിനേഷൻ ആണെന്ന് നമുക്ക് ഒന്ന് പറയാം. ഓക്കെ, അടുത്തത് പറഞ്ഞാൽ അതേ ചെടി, ഇപ്പൊ മിസ് ഒരു ചെടി വളർത്തി, അതിൽ 2 ചെമ്പരത്തി പൂക്കളുണ്ട്. അപ്പൊ ഒരു ചെമ്പരത്തി പൂവിൽ നിന്ന് മറ്റൊരു ചെമ്പരത്തി പൂവിലോട്ട് വന്ന് അവിടെ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ, പരാഗണം നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്വപരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. സെൽഫ് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് അല്ലെ. ഇപ്പൊ സെൽഫ് ആയിട്ട് മിസ് ക്ലാസ് എടുക്കുകയാണ്, അപ്പൊ സെൽഫാണ് മിസ്. അതേപോലെ സ്വന്തമായിട്ട് ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചോളൂ. ക്ലാസ് എടുക്കല്ല, സോറി, പരാഗണം നടത്താന്ന് വിചാരിച്ചോളൂ. അപ്പൊ മിസ്സിന്റെ വീട്ടിലുള്ള ചെമ്പരത്തി ചെടിയിൽ അതേ പൂവിൽ തന്നെ, ചിലപ്പോ ഒരേ പൂവിൽ തന്നെ പരാഗണം നടക്കുകയാണെങ്കിലും സെൽഫ് പോളിനേഷൻ ആണ്. അതേ ചെടിയിലെ വേറൊരു ചെമ്പരത്തി പൂവില് ആണെങ്കിൽ അതും എന്താണ്? സ്വപരാഗണമാണ്, സെൽഫ് പോളിനേഷൻ ആണെന്ന് പറയാൻ പറ്റുന്നു. ക്ലിയർ അല്ലേ? സെൽഫ് പോളിനേഷൻ സെറ്റ് അല്ലേ? ഇനി അടുത്തത് എന്താണ്? ക്രോസ് പോളിനേഷൻ. ഇപ്പൊ നമ്മൾ ഒരു റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡിലോട്ട് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ? 2 സൈഡ് വേണം അല്ലെ. ഈ സൈഡും വേണം, ഈ സൈഡും വേണം. അതേപോലെ ക്രോസ് പോളിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ 2 പ്ലാന്റുകൾ വേണം. ഇപ്പൊ മിസ്സിന് ഒരു ചെമ്പരത്തി ചെടി ഉണ്ട്, മിസ്സിന്റെ ഫ്രണ്ടിന് അപ്പുറത്ത് വേറൊരു ചെമ്പരത്തി ചെടി ഉണ്ട്. അത് രണ്ടിലുള്ള പൂക്കളാണ് പരസ്പരം ക്രോസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള ചെമ്പരത്തി ചെടിയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോളിനേഷൻ നടക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 2 ചെടികളിലായിട്ട്, അത് 2 പൂക്കളിലായിട്ട് വെറൈറ്റി ചെടികളിൽ നടക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണം. അപ്പൊ ഇത് നോക്കൂ, പോളൻസ് എവിടെ എത്തുന്നു? ഒരേ പൂവിൽ തന്നെ നമ്മുടെ സ്റ്റിഗ്മയിൽ തന്നെ പോളൻസ് എത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് പോളിനേഷൻ ആണെന്ന് പറയാം. അല്ലെങ്കിൽ അതേ ചെടിയിലെ വേറൊരു പൂവിലോട്ട്. അല്ല, ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ഈ പോളൻസ്, ഈ ആന്തറിൽ ഉണ്ടാകുന്ന പോളൻസ് അത് നേരെ അപ്പുറത്തെ ചെടിയുടെ സ്റ്റിഗ്മയിലോട്ട് പോകുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പറയാൻ പറ്റും അത് ക്രോസ് പോളിനേഷൻ ആണ്. ക്രോസ് ചെയ്തു, ഒന്നിൽ നിന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താ സെൽഫ് പോളിനേഷൻ, എന്താണ് ക്രോസ് പോളിനേഷൻ എന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ പോളിനേഷൻ? പരാഗണം എന്നാൽ എന്താണ്? മിസ് പറഞ്ഞു കുറെ നേരമായിട്ട് പോളിനേഷൻ. എന്താണ് പരാഗണം നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ട്രാൻസ്ഫർ ഓഫ് പോളിൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഇസ് കോൾഡ് പോളിനേഷൻ. പരാഗിയിൽ നിന്ന് പരാഗണ രേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഫീമെയിൽ പാർട്ടും ഉണ്ട്, മെയിൽ പാർട്ടും ഉണ്ട് ഫ്ലവേഴ്സിലെ, നമുക്കറിയാം. അതിലെ മെയിലിലെ പരാഗണ രേണുക്കൾ, പരാഗിയിലുള്ള ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ്, കുഞ്ഞതായിട്ടുള്ള പൂമ്പൊടി പോലെയുള്ള സാധനങ്ങള്, നമ്മളിപ്പോ ഒരു വണ്ട് വന്നിരുന്നാൽ അതിന്റെ മേലെ പറ്റിപ്പിടിച്ച് നേരെ അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫീമെയിൽ പാർട്ടായിട്ടുള്ള, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഫ്ലവറിന്റെ അടുത്തോട്ട് പോയി അതെവിടെ പോയി പതിക്കുന്നുടാ? സ്റ്റിഗ്മയിലോട്ട് പോയി പതിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പോളിനേഷൻ. എല്ലാ പോളിനേഷനും ഫലവത്തായി നടക്കണമെന്നില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് നടക്കുന്നതിന് മാത്രമാണ് സീഡും ഫ്രൂട്ടും ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. സോ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് പോളിനേഷൻ ഈസ് കോൾഡ് പോളിനേറ്റിംഗ് ഏജന്റ്. എന്ന് വെച്ചാൽ പരാഗണകാരികൾ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സഹായിക്കുന്ന ആളുകളാണ്. ഇപ്പൊ തേനീച്ച, ശലഭം, ചെറിയ പക്ഷികളൊക്കെ എന്താണ്? പോളിനേറ്റിംഗ് ഏജന്റുകളാണെന്ന് പറയാൻ പറ്റുന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതെങ്കിലും 2 വ്യത്യസ്ത തരം കാന്തങ്ങളുടെ ചിത്രം വരച്ച് അവയുടെ പേര് എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാന്തങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് മിസ് പറഞ്ഞുതരാം. കാന്തങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങള്, ഇപ്പൊ കാന്തികമായിട്ടുള്ളത്, അകാന്തികമായിട്ടുള്ളത്, ഇപ്പൊ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെ മാഗ്നറ്റ് യൂസ് ചെയ്യാം. ഇപ്പൊ ഇരുമ്പ് പൊടി, അലുമിനിയം പൊടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, 2 സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാഗ്നറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് വെക്കാം. കാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസരങ്ങൾ ഏത്? വിച്ച് അലോ ഈസ് യൂസ് ടു മേക്ക് മാഗ്നറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഒരുപാട് എണ്ണം ഉണ്ട് അല്ലെ. യു ഷേപ്പിലുള്ള കാന്തങ്ങളുണ്ട്, ബാർ കാന്തങ്ങളുണ്ട്. നമ്മൾ കുറച്ച് കട്ട പോലെ ഇരിക്കുന്നത് ബാർ കാന്തം, യു ഷേപ്പിൽ ഇരിക്കുന്നത് യു കാന്തം, ആൻഡ് ഡിസ്ക് ഉണ്ട്, റിംഗ് ഉണ്ട്, ആർക്ക് ഉണ്ട്. 7 വേണേലും എന്റെ മക്കൾക്ക് എഴുതി വെക്കാം. പിന്നെ എന്താ ചോദിച്ചത്? എന്തെല്ലാം കൂടി ചേർന്ന അലോയാണ് നമ്മുടെ മാഗ്നറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. മാഗ്നറ്റ് ആർ മെയ്ഡ് ഓഫ് യൂസിങ് അൽ നിക്കോ എന്ന് ആലോചിച്ചാൽ മതി. അൽ നിക്കോ എന്നുള്ള പേര് തന്നെയുണ്ട്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അൽ
Al4 അലുമിനിയം, Ni4 നിക്കൽ ആൻഡ് CO4 കൊബാൾട്ട്. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പൊ അൽ നിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. നിയോഡിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതിന്റെ യൂസസ് പറഞ്ഞത് ഇതുപോലെ വേറെ ഒരുപാട് യൂസസ് ഉണ്ട്. സ്പീക്കറിൽ യൂസ് ചെയ്യുന്നുണ്ട്, കോമ്പസ്, പെൻസിൽ ബോക്സ്, ബാഗ്, അതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ വരെ മാഗ്നറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്? പുഞ്ചഫലവും സംയുക്ത ഫലം തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പുഞ്ചഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഷ്പത്തിന്റെ സ്വതന്ത്ര ജനിപുടത്തിലെ അനേകം അണ്ടാശയങ്ങളിൽ നിന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ പുഞ്ചഫലം, അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. എന്തിയാണ് നമുക്ക് അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം എ ഫ്ലവർ ഹാവിംഗ് എ നമ്പർ ഓഫ് കാർപ്പൽസ് വിച്ച് ആർ ഫ്രീ ആൻഡ് ഈച്ച് കാർപ്പൽ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. എന്നാൽ സംയുക്ത ഫലം പറഞ്ഞാൽ ഒരു പൂങ്കുലയിലെ എല്ലാ പൂക്കളിലും ഒന്നിച്ചുകൂടി ഉണ്ടാകുന്ന ഒരൊറ്റ ഫലം. ചക്ക ആലോചിച്ചാൽ മതി, ചക്കയിൽ കുറെ ചക്കച്ചോളയുണ്ട് അല്ലെ, ചക്കക്കുരുകളുണ്ട്, ചക്കച്ചോളയുണ്ട്, അതെല്ലാം കൂടി വലുതായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നതാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതെന്തൊരു എക്സാമ്പിൾ ആണ്? മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ ഈ ഒരുപാട് ഫ്രൂട്ടുകളുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഒന്നാമത് പഠിച്ചത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യം, സിമ്പിൾ കാര്യം. അതെന്താണ്? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരൊറ്റ ഫലം ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ടൊമാറ്റോ, തക്കാളി ആലോചിച്ചാൽ ഒരു പൂവിൽ നിന്ന് ഒരു തക്കാളി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനെ നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് അഥവാ നമ്മൾ എന്ത് പറയും? ലഘുഫലം എന്ന് പറയും. അതേ സമയത്ത് ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയാം. ഇപ്പൊ ചെമ്പക പൂക്ക് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് ഇതുപോലെയുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോർഷൻസുകൾ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം കൂടി നിൽക്കുന്നതാ, ഒന്നിലധികം ഫലം ഉണ്ടാകുന്നതാ. കണ്ടോ? അതങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താണിത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെമ്പരത്തി പൂ ഇങ്ങനെ വിടർത്തി നോക്കിക്കഴിഞ്ഞാൽ. സോ ഫ്രാഗ്നിപ്പാനി എന്ത് നമുക്ക് പറയാൻ പറ്റും? ഫ്രാങ്കിപ്പാനിന് നമുക്ക് അതിന് എക്സാമ്പിൾ ആണ്. ഇതിന് എക്സാമ്പിൾ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ കസ്റ്റാർഡ് ആപ്പിൾ ഫ്ലവർ, പോളിയാത്തിയ ഫ്രൂട്ട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിളുകളാണ്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ മക്കളെ? പിന്നെ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് മിസ് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൽ കുറെ ചക്കക്കുരുകൾ, ചക്കച്ചോളകൾ ഇങ്ങനെ കൂടിയതാണ് നമ്മുടെ വലിയൊരു ചക്ക എന്ന് പറഞ്ഞത്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? മൾട്ടിപ്പിൾ ഫ്രൂട്ട്, സംയുക്ത ഫലങ്ങൾ എന്ന് വെച്ചാൽ സംയുക്താവർമ്മേനെ ആലോചിക്കുക. സംയുക്താവർമ്മ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഒരുപാട് പേര് കൂടിച്ചേർന്നതാണെങ്കിൽ അതെന്താണ്? ഫ്രൂട്ട്സ് ഫ്രം മെനി ഫ്ലവേഴ്സ് ആർ പാക്ഡ് ടുഗെദർ ആണെങ്കിൽ, അപ്പൊ മലയാള സിനിമ പറയുമ്പോൾ സംയുക്താവർമ്മ പറഞ്ഞ ഒരുപാട് ഫിലിമുകൾ 32 ഓർമ്മ വരും. അതേപോലെ സംയുക്ത ഫലം, മൾട്ടിപ്പിൾ ഫ്രൂട്ടാ പറയുമ്പോൾ ഫ്രൂട്ട്സ് ഫ്രം മെനി ഫ്ലവേഴ്സ് പാക്ഡ് ടുഗെദർ, ഒരുപാട് എണ്ണം കൂടി വലുതായിട്ട് മാറുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സംയുക്ത ഫലം. നെക്സ്റ്റ് ഏതാണ്? കപട ഫലം. ചിലരെ നോക്കി നമ്മൾ പറയില്ലേ, നീ ഒരു ഫേക്ക് ഫ്രണ്ട് ആണ്, നീ എന്റെ നല്ലൊരു ഫ്രണ്ട് അല്ല. പറഞ്ഞ എന്താ? നമ്മൾ വിചാരിക്കും ആള് ഭയങ്കര ജെനുവിൻ ആണെന്ന്, പക്ഷെ ജെനുവിൻ ആയിരിക്കില്ല അല്ലെ, നൈസായിട്ട് പണി തരും. അതേപോലെ കപട ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ വിചാരിക്കുക? ഒരു സീഡ് വളർന്ന് ഫ്രൂട്ടായി പുതിയതായിട്ടൊരു ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടുന്ന. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? പുഷ്പാസിനോ പൂഞ്ഞിട്ട് പെഡീസലും തലാമസും വളർന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയൊരാളായിട്ട് മാറുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫോൾസ് ഫ്രൂട്ട്, കപട ഫലം എന്ന് പറയും കേട്ടോ. കശുമാങ്ങ, അതൊക്കെ എന്തിന് എക്സാമ്പിൾ? കാഷ്യൂ ആപ്പിൾ, കാഷ്യൂനട്ട് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരും? നമുക്ക് പറയാൻ പറ്റും കപട ഫലത്തിന് എക്സാമ്പിൾ ആണ്, ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളുകളാണ്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ആപ്പിളിന് നിങ്ങൾ വിചാരിക്കും എന്താണ്? അത് പുതിയതായിട്ടുള്ള സീഡൊക്കെ വളർന്ന് അതിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അല്ല, അതിന്റെ നോക്കൂ, എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? തലാമസ്, പുഷ്പാസനം വളർന്നിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടാകുന്നത്. അതേപോലെ ഫലം അതിനകത്താണുള്ളത്, വിത്ത് അതിനകത്താണുള്ളത്. സോ അത് നമുക്ക് മനസ്സിലാവും, അതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളതാണ് എന്ത്? ആപ്പിൾ എന്നുള്ളത് അല്ലെ. സോ ഇത് ഇമ്പോർട്ടൻസ് ആണ് ഇടാ, പഠിച്ചു വെക്കുക. അതിൽ ഓരോരോ എക്സാമ്പിളുകളും മിസ് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട് പഠിച്ചു വെക്കുക. ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ മക്കൾ എന്ത് ചെയ്യുക? എക്സാമ്പിളുകൾ അടക്കം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഒരു ഒപ്പീനിയൻ തന്നിട്ടുണ്ട്. ഫാറ്റി ഫുഡ്സ് ഐറ്റംസ് ആർ ഹാർംഫുൾ ഫോർ health. So from today I will avoid fatty food items completely. Do you agree with the decision എന്നാ ചോദിക്കുന്നത്? എന്ന് വെച്ചാൽ നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് കുഞ്ഞു പറയുന്നത്. അപ്പൊ കുഞ്ഞു പറയുന്നതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നത്. അതിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ പറ്റുമോ? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊഴുപ്പ് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു ശതമാനം വരെ നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? കൊഴുപ്പ് വേണം. സോ ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെ? അതുപോലെ മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് എത്രയാണ്? ഇതൊക്കെ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ബോഡിനെ പറ്റിയുള്ള കാര്യം അല്ലെ. സോ എത്രയാ മക്കളെ വരിക? 200 mg/dl വരെയാണ് അല്ലെ. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് എന്ന് പറയുന്നത്.
അപ്പൊ കൊഴുപ്പില്ലാന്ന് വിചാരിക്കുക. കൊഴുപ്പില്ലാത്തൊരവസ്ഥ വന്ന് എന്താണ്, നമുക്കിതാ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഒരുപാട് ഈ പൊരിച്ചതും വറുത്തതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ നമുക്കൊരു കുറഞ്ഞ അളവിൽ അത് ആവശ്യമാണ്. സോ അതുകൊണ്ട് മാംസം, മത്സ്യം, പാല്, മുട്ട, വിവിധ തരം പരിപ്പുകൾ എന്നിലൊക്കെ എന്തുണ്ട്, കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. സോ വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഡിസിഷൻ ആണോ? നോ, നെവർ. സോ വി നീഡ് എന്താണ്, അറ്റ്ലീസ്റ്റ് റിക്വയർ അവർ ബോഡി സ്മോൾ ക്വാണ്ടിറ്റിയിലെങ്കിലും നമുക്ക് എന്ത് ആവശ്യമാണ്, ഫാറ്റ് ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. സോ എന്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പൊ മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ലൈവുകളും കാര്യങ്ങളും ഒക്കെ മക്കൾക്ക് സെറ്റ് ചെയ്യും. സോ നന്നായിട്ട് പഠിക്കാം, മിടുക്കന്മാരും മിടുക്കലാവാം. സോ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. ബൈ ബൈ, സീ യു.